ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചു ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവെയായിരുന്നു SIT അന്വേഷണം ശരിയായ ദിശയിലാണെന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം വരുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, തന്ത്രസമാജം, വിശ്വ ഹിന്ദു പരിഷത്ത് എന്നിവരാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ വീഴ്ചയുണ്ടെന്ന സിംഗിൾ ബെഞ്ച് പരാമർശവും തള്ളിക്കൊണ്ടാണ് ഇന്നത്തെ ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികൾക്ക് 90 ദിവസത്തിന് ശേഷം ജാമ്യം ലഭിച്ചത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് കരുതുന്നില്ല എന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. ഹൈക്കോടതിയും SITയിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയതോടെ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങളുടെ മുനയൊടിയുകയാണോ? കാണാം RD എക്സ്ട്രാക്ട്. അതിസങ്കീർണ കേസായതിനാൽ കുറ്റപത്രം വൈകുന്നതിൽ ആശങ്കയുടെ ആവശ്യമില്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. കേസിലെ പ്രതികളാരും രക്ഷപ്പെടില്ലെന്നും അതിനുള്ള മേൽനോട്ടം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെന്നും ഹൈക്കോടതി അറിയിച്ചു. കേസിലെ പ്രതികൾ ഓരോരുത്തരായി സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ പ്രതിപക്ഷവും BJPയും അതിനെ രാഷ്ട്രീയ ആയുധമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അടക്കം പ്രതിക്കൂട്ടിലാക്കിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ. പ്രതികളെ പുറത്തിറക്കാൻ കുറ്റപത്രം മനഃപൂർവ്വം വൈകിപ്പിക്കുന്നു എന്നതടക്കം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ SITയുടെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണെന്ന കോടതി വിധി പ്രതിപക്ഷത്തിനേറ്റ കനത്ത തിരിച്ചടിയായി. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജിയിൽ വ്യാഴാഴ്ച വിധി പറയും. കട്ടിളപ്പാളി കേസിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് വാദം പൂർത്തിയായി. ദ്വാരപാലക ശില്പങ്ങളിലെ കേസിൽ നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലാത്തതിനാൽ കട്ടിളപ്പാളി കേസിലും സ്വാഭാവികമായി ജാമ്യം നേടി ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകാനാണ് സാധ്യത. RD എക്സ്ട്രാക്ട്, ന്യൂസ് മലയാളം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ദേവസ്വം ബെഞ്ച് പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിസങ്കീർണമായ കേസാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയെന്നാണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞത്. 90 ദിവസത്തിനു ശേഷം ജാമ്യം ലഭിച്ചത് അന്വേഷണത്തെ ബാധിക്കുമെന്ന ആശങ്കയില്ല എന്നും കോടതി പറഞ്ഞു. കൊലപാതകം, മർദ്ദനം പോലെ വേഗത്തിൽ പൂർത്തിയാക്കാവുന്ന ഒരു അന്വേഷണമല്ല ഈ കേസിലുള്ളത്. വിചാരണ സൂക്ഷ്മമായി നടത്തേണ്ട കേസാണിതെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്ന് നിരീക്ഷിച്ചു. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ അന്വേഷണം പൂർത്തിയാക്കപ്പെടണം. കവർച്ചയുടെ ഓരോ കണ്ണികളും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതി പറഞ്ഞു. ഈ കേസിൽ SIT കുറ്റപത്രം നൽകാത്തതിനെ സിംഗിൾ ബെഞ്ച് വിമർശിച്ചത് ജനുവരി മാസം 27-നാണ്. പ്രതികൾക്ക് എങ്ങനെ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നു എന്ന് സിംഗിൾ ബെഞ്ച് ചോദിച്ചിരുന്നു. കുറ്റപത്രം നൽകിയാൽ പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിൽ പോകുന്നത് തടയാനാകും. അല്ലാത്തപക്ഷം പൊതുജനങ്ങൾക്ക് അന്വേഷണത്തിൽ സംശയമുണ്ടാകുമെന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ പറയുകയുണ്ടായി. കേസിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നീക്കം നടത്തുകയാണ്. പ്രതിയും ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറുമായ മുരാരി ബാബുവിനെ 9 മണിക്കൂറാണ് ED ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടില്ല എന്ന് മുരാരി ബാബു അന്വേഷണ സംഘത്തോട് പറഞ്ഞു. അനധികൃതമായി 1 രൂപ പോലും സമ്പാദിച്ചിട്ടില്ല എന്നും മുരാരി ബാബു മൊഴി നൽകിയിട്ടുണ്ട്. മുരാരി ബാബുവിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹത കണ്ടെത്തിയിട്ടുണ്ട് ED. 2019-25 കാലയളവിൽ മുരാരി ബാബുവിന്റെ സ്വത്തുക്കളിൽ വൻ വർധനവെന്നും ED കണ്ടെത്തിയിട്ടുണ്ട്. ശബരിമലയിലെ മറ്റ് ക്രമക്കേടുകളിൽ നിന്നും മുരാരി ബാബു പണം സമ്പാദിച്ചു എന്നാണ് നിലവിലെ നിഗമനം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുരാരി ബാബുവിന് സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതായാണ് വിവരം. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെയും ED ഉടൻ തന്നെ ചോദ്യം ചെയ്യും. സ്വർണ്ണക്കൊള്ള മാത്രമല്ല, കള്ളപ്പണ ഇടപാടുകളും നടന്നിട്ടുണ്ട് എന്നാണ് EDയുടെ അനുമാനം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്രയുമാണ് ഹർഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ കോടതി പരാമർശങ്ങൾ. അതിനു മുൻപ് നമുക്ക് ഒരു 2 പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശക്തമായ നിരീക്ഷണമാണ് കോടതി നടത്തിയതെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷം നാടിനോട് മാപ്പ് പറയണമെന്നും P. രാജീവ് പറഞ്ഞു. എന്നാൽ SITക്ക് മേൽ ആരോപണം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. കേസിലെ അന്വേഷണം മരവിച്ചു, അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുന്നുവെന്ന ആരോപണം ചെന്നിത്തല ആവർത്തിച്ചു. 2 പേരുടെയും പ്രതികരണങ്ങൾ കേൾക്കാം. ഇത് കുത്തുകേസ് പോലെയുള്ളതല്ല. കുറ്റപത്രം ഇത്ര ദിവസത്തിനകം തന്നെ കൊടുക്കുക എന്നുള്ളത് കുറെ കൂടി സങ്കീർണമായ കേസാണ്. ഏറ്റവും ശരിയായ ദിശയിൽ തന്നെ അന്വേഷണം പോവുകയാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ നിയമസഭ ഇത്രയും ദിവസം സ്തംഭിപ്പിച്ച് നമ്മുടെ നാടിനെ ആകെ ബാധിക്കുന്ന ബജറ്റ് സമ്മേളനം അലങ്കോലമാക്കാൻ നടത്തിയ ശ്രമം, കേന്ദ്രത്തെ സംരക്ഷിക്കാൻ നടത്തിയ ശ്രമം, അതിനെല്ലാം പ്രതിപക്ഷം നാടിനോട് മാപ്പ് പറയേണ്ടതാണ് എന്നതാണ് സഭയ്ക്കകത്തും പറഞ്ഞത്. അത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം.
എന്തുകൊണ്ട് ഭാഗികമായ കുറ്റപത്രം പോലും സമർപ്പിച്ചില്ല? എന്തുകൊണ്ട് പ്രതികൾ ഓരോരുത്തരും പുറത്തു വരുന്നു? ഇത് പറയാനുള്ള ഉത്തരവാദിത്വം SITക്ക് ഇല്ലേ? വൻ ശക്തികളെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു. മുൻ ദേവസ്വം മന്ത്രി എന്തുകൊണ്ട് ചോദ്യം ചെയ്തിട്ട് നടപടി ഉണ്ടായില്ല? ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഇതെല്ലാം പ്രസക്തമായ കാര്യമാണ്. ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന ശ്രമങ്ങളാണിതെല്ലാം. ഇതിന് SIT വഴങ്ങി കൊടുക്കുന്നു. ഈ അന്വേഷണം ഒരു പ്രഹസനമായി മാറുന്നു എന്നുള്ളതാണ് സത്യം. യെസ്, അപ്പോൾ അതാണ് പി രാജീവനും രമേശ് ചെന്നിത്തലയ്ക്കും പറയാനുള്ളത്. ഇതിപ്പം ഹർഷൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി എനിക്ക് തോന്നുന്നു മിക്കവാറും നാളെ ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ ഹർജിയിലൊക്കെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. നാളെ മിക്കവാറും പുറത്തിറങ്ങും, സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങും. ഈ അന്വേഷണ സംഘം, അതായത് SITയുടെ അന്വേഷണം ശരിയായ ദിശയിലല്ല, കുറ്റപത്രം സമർപ്പിച്ചില്ല, പ്രതികളൊക്കെ സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുകയാണ്. ഇത് ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റായ ഒരു ധാരണ ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് കോടതിയുടെ തന്നെ സിംഗിൾ ബെഞ്ചായിരുന്നു. ആ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെ പോലും നിഷ്പ്രഭമാക്കുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ ഈ ദേവസ്വം ബെഞ്ചിന്റെ പരാമർശങ്ങൾ വന്നിരിക്കുന്നത്. അത് SITക്ക് കൊടുത്തിരിക്കുന്ന ഊർജ്ജം ചെറുതല്ല. ഒപ്പം സർക്കാരും സംസ്ഥാന സർക്കാരും ചെറിയ രീതിയിലെങ്കിലും പ്രതിരോധത്തിലായിരുന്നു, പ്രത്യേകിച്ച് പ്രതിപക്ഷം ബഹളമുണ്ടാക്കുന്ന ഒരു ഘട്ടത്തിൽ. അപ്പോൾ ഇന്നത്തെ കോടതിയുടെ പരാമർശങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, ഞാൻ ഏകാംഗ ബെഞ്ചിന്റെ പല ഘട്ടങ്ങളിലായി വന്ന വിമർശനങ്ങളെ, അത് കേസിന്റെ മെറിറ്റിലേക്ക് എങ്ങും പോകാതെ നടത്തിയ വിമർശനങ്ങളെ വിചിത്രമായ വിമർശനങ്ങൾ എന്ന് തന്നെയാണ് ആ ഘട്ടത്തിൽ വിലയിരുത്തിയത്. കാരണം ആ ഘട്ടത്തിലും ഈ ദേവസ്വം ബെഞ്ച് എല്ലാ വിശ്വാസവും SITയിൽ അർപ്പിച്ചിരുന്നു. ഒരു അന്വേഷണം നടത്തുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാനുള്ള എല്ലാ അവകാശവും പ്രതിപക്ഷത്തിനുണ്ട്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അത് കാരണം ഇപ്പോൾ ഒരു സാധ്യതയാണ്, ഇത്തരം ഒരു കേസ് വന്ന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതൊരു സാധ്യതയാണ്. തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും എല്ലാവരും ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിപക്ഷ പ്രതിനിധികളെല്ലാം പറയുന്നത് ഇതിന്റെ വൈകാരിക തലമാണ്. വൈകാരികമായി ഇത് വിശ്വാസികൾക്ക് ആ നിലയ്ക്കുള്ള സംശയങ്ങൾ തോന്നുന്നു, അവർക്ക് വിഷമമുണ്ട് എന്നൊക്കെയുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ അതിൻ്റെ വൈകാരിക തലത്തിനപ്പുറം ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഈ കാര്യത്തിൽ ഈ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ നിരീക്ഷണങ്ങളെ വിശ്വാസത്തിനെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ന് ഞാൻ രാവിലെ ഇങ്ങനെ ചാനലുകൾ മാറ്റി നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരു പരിധിവരെ അത് കേട്ടതിന് ശേഷം ഞാനും കരുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഈ SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണോ എന്നുള്ളതിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇന്ന് SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവും. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടുമോ എന്നറിഞ്ഞാൽ നമുക്ക് SIT ശരിയായ, അതായത് ഇതൊരു വിധി ദിനമായി ചാനലിലെ ജഡ്ജിമാർ തീരുമാനിച്ചിരുന്നു, ഇതൊരു വിധി ദിനമായിട്ട്. പക്ഷേ അങ്ങനെയല്ല ദൗർഭാഗ്യവശാൽ സംഭവിച്ചത്. കാരണം എന്താണ്? ഈ കാര്യത്തിൽ BJP കോടതിയിൽ പോയിരുന്നു CBI അന്വേഷണം ആവശ്യപ്പെട്ടു. അവിടെയാണ് ദേവസ്വം ബെഞ്ചിന്റെ തന്നെ നിലപാട് വ്യക്തമായത്. കാരണം നിസ്സാരമായ കാര്യങ്ങൾക്ക് CBI അന്വേഷണം ആവശ്യപ്പെടരുത്, ഉപദേശ രൂപേണ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇക്കാര്യത്തിലൊക്കെ ഈ CBIയിലേക്ക് പോകുന്നത് ഇവിടുന്ന് ഡെപ്യൂട്ടേഷനിൽ പോകുന്ന പോലീസുകാർ തന്നെയാണ്. ഇവരൊക്കെ തന്നെയാണ് ആ കാര്യം അന്വേഷിക്കുക. ഇവിടെ ഇപ്പോൾ SIT വൃത്തിക്കാണ് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയാണ് ദേവസ്വം ബെഞ്ചിന്. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു ഈ കേസുമായി ബന്ധപ്പെട്ട്. അത് വേറൊന്നുമല്ല, ഈ 90 ദിവസത്തിന് ശേഷം ജാമ്യം ലഭിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന ആശങ്കയില്ല. സങ്കീർണമായ കേസാണിത്. സ്വർണ്ണക്കവർച്ച അസാധാരണ കേസാണ്. കൊലപാതകവും മർദ്ദനവും പോലെ വേഗത്തിൽ പൂർത്തിയാക്കുന്ന അന്വേഷണമല്ല ഈ കേസിലേത്. കവർച്ചയുടെ ഓരോ കണ്ണിയും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണം ഇപ്പോൾ പോകുന്ന പോലെ തന്നെ പോയാൽ മതി എന്നാണ് ഉദ്ദേശിച്ചത്. CBI അന്വേഷണം എന്നുള്ള ആവശ്യത്തെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, SITയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ശ്രമം അവിടെ DGPയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പറഞ്ഞത് ഈ CBI അന്വേഷണം വേണം എന്നിവർ പറയുന്നു. ഞങ്ങളെങ്ങനെ അതിനകത്ത് അഭിപ്രായം പറയും? ഈ കേസ് ഏത് തലത്തിലാണ്? SITയുടെ കണ്ടെത്തൽ എന്താണ്? ഇതൊന്നും സർക്കാരിന് അറിയില്ലല്ലോ. അപ്പോൾ സർക്കാരിന് അറിയാത്ത ഒരു കാര്യത്തിൽ സർക്കാർ എങ്ങനെയാണ് നിലപാടെടുക്കുക? അപ്പോൾ CBI അന്വേഷണം വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കേണ്ടത് കോടതിയാണ്. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണമല്ലേ ഇത് എന്നുള്ളത്. അതായത് സർക്കാർ ഈ ചർച്ചകളെല്ലാം നടക്കുമ്പോൾ സർക്കാർ തന്ത്രപരമായി അവിടെ ഈ വിഷയം അവതരിപ്പിച്ചതുകൊണ്ടാണ് സർക്കാരിന് ഇത് അറിയില്ല എന്ന് കോടതിയെ കൊണ്ടുകൂടി ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ ഉദ്ദേശം. DGPയുടെ ആ ആർഗ്യുമെന്റിന്റെ പോയിന്റ് അതാണ്. അപ്പോൾ അത് കോടതി ആ മട്ടിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്, CBI അന്വേഷണം ആവശ്യമില്ല എന്ന്. അപ്പോൾ ഇതിന്റെ എന്താണ് ഇപ്പോഴത്തെ ഈ അന്വേഷണത്തിൽ SITയുടെ അന്വേഷണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതിയുടെ നിലപാട് എല്ലാ അർത്ഥത്തിലും SITക്കും
ഒരു പരിധിവരെ ആ നിലയ്ക്ക് നോക്കിയാൽ SIT-യിൽ ഇടപെടുന്നില്ല സർക്കാർ എന്നതിനെയും ഉറപ്പിക്കുന്നതാണ്. പക്ഷെ പ്രതിപക്ഷം തീർച്ചയായിട്ടും പറയും. ഇപ്പം നിയമസഭയിൽ നമ്മൾ കണ്ടത് എന്താണ്? നിയമസഭയിൽ ശക്തമായിട്ടുള്ള നമ്മളടുത്ത് ആ വിഷയം കൂടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ശക്തമായി ഈ വിഷയം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തെ കാണുന്നു. അതിനെതിരെ ശക്തമായി ഇന്ന് മന്ത്രിമാരെല്ലാം ഒരുമിച്ച് അണിനിരക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ രാഷ്ട്രീയമായി ആ വിഷയം ആ തലത്തിൽ പോകും. പക്ഷേ ഇപ്പോൾ കോടതി പറയുന്നത് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം ഇത് കോടതി ഇതിനു മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാലയളവിൽ നിർത്താവുന്നതല്ല ഈ അന്വേഷണത്തിന്റെ വിഷയങ്ങൾ. കാരണം അതിനപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കയറിയിട്ട് കാലം കുറയായി. 2004 അവിടെ കയറിയതാണ്. ആ കാലം മുതലുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ അന്വേഷിക്കാവുന്നതാണ്. കാരണം ഇന്നിപ്പോൾ പുറത്തു വന്ന വാർത്തയുണ്ട്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ സ്പോൺസറായി പണി ഏറ്റെടുത്ത് ചെയ്തു തുടങ്ങിയത് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലം മുതൽക്കാണ്. അപ്പോൾ അതിൻ്റെയും തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം. ഇയാൾ ഇത്ര കള്ളനാണെങ്കിൽ അയാൾ കക്കാവുന്ന എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാവണമല്ലോ. അപ്പോൾ അതെല്ലാം അന്വേഷിക്കണം. അപ്പോൾ ആ അന്വേഷണത്തിലേക്ക് പോകാവുന്ന തരത്തിൽ തന്നെയാണ് ഹൈക്കോടതി ഈ കേസിനെ കാണുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കും അതേ നിലപാട് തന്നെയാണ്. കാരണം SIT ഒരു അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതിയായ ആത്മവിശ്വാസം കൊടുക്കുമായിരുന്നു. ഇപ്പം മാത്രമല്ല, സിംഗിൾ ബെഞ്ച് ഇതുവരെ എടുത്തിട്ടുള്ള നിലപാടൊക്കെയും അങ്ങനെ തന്നെയാണ്. ഈ കേസ് അന്വേഷണം തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ ഇതുവരെ SIT-ക്ക് പൂർണ്ണ പിന്തുണ നൽകി അതിൽ പൂർണ്ണമായിട്ടും തൃപ്തി രേഖപ്പെടുത്തിയ അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് പോകുന്നു എന്ന് വിലയിരുത്തി തന്നെയാണ് ഈ ദേവസ്വം ബെഞ്ചിന്റെ ഓരോ നടപടികളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ സിംഗിൾ ബെഞ്ചിൽ നിന്നൊക്കെ ചിലപ്പോഴെങ്കിലും വിമർശനങ്ങളൊക്കെ വന്നപ്പോഴും ദേവസ്വം ബെഞ്ച് പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഇതിപ്പം 98 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നേ. 98 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് ഇതിലിപ്പോൾ ഒരു സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ ഇനിയൊരു സംശയമില്ല. അവിടെ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് മാത്രം 1 കിലോയ്ക്ക് അടുത്ത് സ്വർണ്ണം മുക്കിയിട്ടുള്ള കാര്യം അറിഞ്ഞു. മറ്റുള്ളതിൽ നിന്നും അതേപോലെ തന്നെ കട്ടിളപ്പാളുകളിൽ നിന്ന് പോയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി അതിന് VSSC-യുടെ അന്വേഷണ റിപ്പോർട്ട് വന്നു. പക്ഷേ അതിൽ പോലും ചില രാസപ്രക്രിയകൾ നടന്നതിൽ ഒരു വ്യക്തത വരണം. ഇനി അതിൽ ശാസ്ത്രീയ അന്വേഷണം നടത്തേണ്ട കാര്യങ്ങളുണ്ട്. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ വരേണ്ടതുണ്ട്. അപ്പം വീണ്ടും SIT ഇവിടെ സന്നിധാനത്ത് പോയി അവിടെ നിന്ന് വീണ്ടും സാമ്പിളുകൾ ശേഖരിച്ച് അതും പരിശോധനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ്. പിന്നെ അത് ഒരു ഘട്ടത്തിൽ പോകുന്നു. പിന്നെ രണ്ടാമത്തത് 2017 മുതൽ 2017 കൊടിമരം മാറ്റി സ്ഥാപിച്ചതിനുള്ള അന്വേഷണം വേറെ നടക്കുന്നുണ്ട്. വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ അന്വേഷണം നടക്കുന്നുണ്ട്. അതിലെ അഷ്ടദിക് പാലകരെ ഇപ്പോഴും കാണാനില്ല. അത് എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആര് കയറ്റി, എന്തിന് കയറ്റി, എന്തായിരുന്നു ഇയാളുടെ റോള്, എന്തായിരുന്നു തന്ത്രിയും ഇയാളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് എന്താണ്, ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇയാൾ ഒരു മോഡസ് ഓപ്പറാൻഡി എന്തായിരുന്നു, ഇയാൾ നമുക്കറിയാലോ, ഇയാളിപ്പം ഈ വരുന്ന പ്രമുഖരായ ആൾക്കാരൊക്കെ കാണുന്നു, ഇവരുമായിട്ട് ചിത്രമെടുക്കുന്നു, ഇയാൾക്ക് ഇവിടെ വലിയ സ്വാധീനമുണ്ടെന്ന് അവരെ അറിയിക്കുന്നു. അങ്ങനെയൊക്കെ പെട്ടുപോയതാണല്ലോ നടൻ ജയറാം അടക്കമുള്ള ആളുകൾ. അങ്ങനെ ഒരുപാട് പേരെ ഇയാൾ പെടുത്തി. അപ്പം ഇയാളുടെ ഒരു മോഡസ് ഓപ്പറാൻഡി എങ്ങനെയാണെന്നുള്ള കാര്യം അറിയണം. ഒപ്പം തന്നെയാണ് ഈ കൊടിമരത്തിന്റെ കാര്യം, വാജിവാഹനത്തിന്റെ കാര്യം, അതേപോലെ തന്നെ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ കാര്യം, ഇങ്ങനെ തുടങ്ങി അതൊരു വലിയ അന്വേഷണമാണ്. അപ്പം അതിന് സമയം വേണം. ആ സമയം അന്വേഷണ സംഘത്തിന് കോടതി കൊടുത്തിട്ടുണ്ട്. കോടതി നിലവിൽ അന്വേഷണ സംഘത്തിന് ഒപ്പം നിൽക്കുന്നു. അത് സ്വാഗതാർഹമായ കാര്യമാണ്. മാത്രമല്ല, ഇപ്പം CM അടക്കം കഴിഞ്ഞ സമയങ്ങളിലൊക്കെ സഭയിൽ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഈ പ്രതിഷേധിക്കുന്നത് സർക്കാരിന് ഇതിലൊന്നും ചെയ്യാനില്ല, നിങ്ങൾ ഹൈക്കോടതിക്ക് മേലുള്ള ഹൈക്കോടതിയാണ് നിങ്ങൾ അവിശ്വാസത്തിൽ എടുക്കുന്നത്. ഇപ്പം ഈ കേസിൽ ഏറ്റവും വൈകാരികമായിട്ട് ഇടപെടേണ്ടത് ഹൈക്കോടതിയാണ്. നമുക്കറിയുന്ന പോലെ ശബരിമല ധർമ്മശാസ്താവിന്റെ കസ്റ്റോഡിയൻ ഹൈക്കോടതിയാണ്. അപ്പം ആ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട് ഹൈക്കോടതി അറിയുന്നത് ഇപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് അതിന് അത്രയും വൈകാരികമായിട്ട് കാണേണ്ട ഹൈക്കോടതിയാ. അപ്പം ആ ഹൈക്കോടതി അത് അന്വേഷിക്കുന്ന SIT-ക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു, പൂർണ്ണമായിട്ടും പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ പോകുന്നു എന്ന് വിശ്വസിക്കാനാണ് എന്റെയും ഇഷ്ടം, താല്പര്യവും. ഇപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ ഓരോരുത്തരായി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത് ഇതെല്ലാം നിരീക്ഷിക്കുന്ന സാധാരണക്കാരിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നു എന്നതിൽ തർക്കങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ നമ്മൾ പറഞ്ഞു വന്നതുപോലെ ആ വിമർശനത്തിന്റെ മുനയൊടിച്ചിരിക്കുന്നു ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. SIT പരാജയപ്പെടുന്നു, SIT മേൽ സ്വാധീനം എന്നിങ്ങനെ പരാതികൾ ഉന്നയിച്ച് സഭയ്ക്കകത്തും പുറത്തും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷം നാളെ മുതൽ എന്ത് തന്ത്രപരമായ നിലപാടാണ് സ്വീകരിക്കുക എന്നറിയാൻ കാത്തിരിക്കാം. ഏതായാലും ഇന്ന് വരെ ഉന്നയിച്ച അതേ വേഗത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ പ്രതിപക്ഷത്തിന്റെ ആവനാഴിൽ നാളെ അസ്ത്രങ്ങൾ കുറയുമെന്ന കാര്യം ഉറപ്പാണ്. CBI വരണമെന്ന ആവശ്യവും കോടതി തള്ളിയതോടെ ദേവസ്വം ബെഞ്ചിൽ നിന്നും തിരിച്ചടി കിട്ടിയത് പ്രതിപക്ഷത്തിന് മാത്രമല്ല BJPക്ക് കൂടിയാണ്. ചില സമയം പൊതുജനാഭിപ്രായം കോടതി വിധികളെ സ്വാധീനിക്കുന്നു എന്ന വിമർശനം ഉയരാറുണ്ട്. എന്നാൽ കോടതിയുടെ അഭിപ്രായം പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്നത് ജനാധിപത്യത്തിലെ പതിവാണ്. SIT-ക്കെതിരായ കോൺഗ്രസിന്റെയും BJPയുടെയും വാദങ്ങളെ ഒന്നാകെ കോടതി തള്ളിയത് പൊതുജനാഭിപ്രായമായി മാറുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.